ഹായ് ഗായ്സ്. ഇപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂന്തൽ റോസ്റ്റാണ്. കൂന്തൽ റോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലുള്ള കൂന്തൽ റോസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അധികവും സ്പൈസിയും അല്ല, എന്നാലോ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ ഓയിൽ ഒഴിക്കുക. ഓയിലോ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും. ഞാൻ സൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരിഞ്ജീരകം ഇത് മൂന്നും ചതച്ച ഒരു പേസ്റ്റാണ്. ഒരു സ്പൂണൊക്കെ ഉണ്ടാവും. അതിട്ട് കൊടുത്ത് നല്ലോണം അത് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ എണ്ണയിൽ കിടന്നിട്ട് ആ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും പെരിഞ്ജീരകം ഇത് മൂന്നും കൂടി മിക്സാക്കിയതാണ്. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഒരു 3 സവോള കനം കുറച്ച് അരിഞ്ഞതാണിത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം ഒരു മീഡിയം സൈസ് ചെറുതാണെങ്കിൽ ഒരു 2 തക്കാളി ഇട്ട് കൊടുക്കുക. പുളിക്ക് വേണ്ടിയിട്ടാണ്. നല്ല പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് 2 തക്കാളി. പുളി കൂടുതൽ, തക്കാളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 3 തക്കാളി വരെയൊക്കെ എടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ പാക്കറ്റ് പൊടി പൗഡറാണ്. അപ്പോൾ അത് നമ്മളെ വീടുകളിലൊക്കെ പൊടിച്ചെടുക്കണമെങ്കിൽ നല്ല വറുത്ത പൊടിയായിരിക്കും. അപ്പോൾ പിന്നെ അത് അധികം വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് അധികം വറക്കാത്ത പൊടി ആയതുകൊണ്ട് നമ്മളിത് നല്ലോണം എണ്ണയിലിട്ടിട്ട് ഈ ഉള്ളീൻ്റെയും ഇതിൻ്റെയും മിക്സിയിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നതെന്ന് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ഒന്ന് നല്ലോണം വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നതിന് ശേഷം ഒരു കൈക്കണക്കിൽ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഉള്ളി വാട്ടുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോഴാണ് ഉപ്പ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അത് മിക്സാക്കിയിട്ട് അതിൻ്റെ ഗ്രേവി എണ്ണ തെളിയണ വരെ നമ്മൾ മിക്സാക്കണം. അതിന് ശേഷം നമ്മൾ കുക്കറിൽ 3 വിസിൽ വരുത്തിയ ഒരു കൂന്തളാണിത്. ഇതിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഉപ്പും ഇട്ടിട്ടാണ് ഇത് വേവിച്ചിട്ടുള്ളത്. ഞാൻ 3 വിസിലാണ് കുക്കറിൽ അടിച്ച കൂന്തളാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ച കൂന്തളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിയൊക്കെ അരിയുന്ന ടൈമിൽ നമുക്ക് വേഗം കുക്കറിൽ കൂന്തളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആക്കിയെടുക്കാം. ടൈം വേഗം നമുക്ക് ആക്കാൻ കഴിയും. ടൈം കുറച്ചിട്ട് നമുക്ക് വേഗം കൂന്തൽ റോസ്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വേവിച്ചതുകൊണ്ട് ഇതിനധികം പിന്നെ വേവ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം വരട്ടിയെടുക്കണം. അപ്പോൾ ഈ മസാലയിൽ ഈ കൂന്തലൊന്നും പിടിക്കാൻ ഒത്തിരി വെള്ളം വേണം. അപ്പോൾ വെള്ളത്തിന് പകരം നമുക്ക് ഈ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കൂന്തലിൻ്റെ സ്റ്റോക്ക് കുക്കറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇതാക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ വേഗം ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ ഇതാകും. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട കാരണം കൂന്തൽ അതിലേക്കും ആ ഒരു സ്പൈസ് പിടിച്ചിട്ടുണ്ടായിരിക്കും. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട്. പിന്നെ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ മതി, ഓപ്ഷനിലാണ്. ഞാൻ ഒഴിക്കാറുണ്ട് ഒരുവിധം നോൺ വെജിനൊക്കെ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ലേശം ഒഴിക്കുക. ഒരു 1.5 സ്പൂണൊക്കെ ഒഴിക്കുമ്പോൾ ആ ഒരു എരിവും മസാലക്കുത്തൊക്കെ ഒരു ബാലൻസ്ഡ് ആവും. പിന്നെ ലേശം മല്ലിയില വിതറിയും കൂടി കൊടുത്താൽ നമ്മളെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ വേണമെങ്കിലോ ചപ്പാത്തി, വെള്ളപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്യണേ കുട്ടി.